നോറ. ഗബ്രി റീസൺ ആളൊരു നുണയനാണ്, നിലപാടില്ലാത്തവനാണ്. പിന്നെ ജാസ്മിൻ പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഷാഡോ ആയിട്ടും തോന്നിയിട്ടുണ്ട് ഇവിടെ നിന്ന് അത്രയും ദിവസമായിട്ട്. പിന്നെ ഇതിനൊക്കെ ഉപരി ഇവർ പവർ ടീമിലേക്ക് കയറിയ സമയത്ത് ആസ് എ പ്രജ ഒരു കംപ്ലൈന്റ് ചെന്ന് പറഞ്ഞപ്പോ കൊഞ്ഞനം കുത്തി കാണിച്ചു. ഓക്കെ, അത് ആരൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ട പലരുണ്ട്. ഓക്കെ, കൊഞ്ഞനം കുത്തി കാണിച്ചു. കൊഞ്ഞനം കുത്തി കാണിച്ചത് മാത്രല്ല, പേഴ്സണൽ അറ്റാക്ക് ചെയ്തു. അതും ഞാനൊരു ക്രൈ ബേബി ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പേഴ്സണൽ ഇത് ഒരു പവർ ടീമിന്റെ സൈഡിൽ നിന്നും വരേണ്ട ഒരു റിയാക്ഷൻ ഇതല്ല. ഓക്കെ, റിയാക്ഷൻ ഇതല്ല. പക്ഷെ ഈ ഒരു കാര്യം ചെയ്തു. പിന്നെ ആ ഒരു സമയത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു വെച്ചാല്, ലാലേട്ടന്റെ മുമ്പിൽ എല്ലാവരും കൂടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇവിടെയുള്ള ജിൻഡോ ചേട്ടനും ഗബ്രിക്കും ഒരു ചാൻസ് കൊടുക്കണം എന്നുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരാളെ സേഫ് ആക്കിയിട്ട് രണ്ടുപേരും തെറ്റ് ചെയ്ത ആളാണെന്നുള്ളത് നോക്കണം, രണ്ടുപേരും തെറിവാക്ക് യൂസ് ചെയ്ത ആളാണെന്ന് നോക്കണം. അതിൽ ഒരാളെ പവർ ടീമിലേക്ക് കൊണ്ടുപോയിട്ട് സേഫ് ആക്കിയിട്ടുള്ള ഈ വീട്ടിലുള്ള മെജോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ ഒരു പൊറാട്ട നാടകം. ഓക്കെ, പൊറാട്ട നാടകം തന്നെ. എന്നിട്ട് ജിൻഡോ ചേട്ടനെ മാത്രം എന്ത് ചെയ്ത് നോമിനേഷനിലേക്കും കൊണ്ടിട്ടു. ഓക്കെ, എന്നിട്ട് ആ ആൾ അവിടെ കയറി നിന്നിട്ട് പറയുന്ന കാര്യമോ, ഇത്ര ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കാൻ ഇവിടെയുള്ള ആളുകളൊന്നും റോബോട്ട് അല്ല, സ്വിച്ച് മാർക്കർ. എല്ലാം മനസ്സിലുണ്ടാവും ഇതുവരെ ചെയ്തത്. അപ്പൊ ഇത്രയും ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന കള്ളം പറയുന്ന, നിലപാടില്ലാത്ത, സ്വന്തമായിട്ടൊരു തീരുമാനം മുന്നോട്ട് വന്ന് പറയാത്ത ഗബ്രിനെ പോലുള്ള ഒരാൾ പവർ ടീമിൽ ഉണ്ടാവുന്നതിനോട് എനിക്ക് അർഹിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല.